എന്താണ് ആ ഒരു അത്ഭുതത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാനതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ട്രിക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട്. നമസ്കാരം. കുംഭമേളയ്ക്ക് എത്തിയ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗി അഗ്നിസ്നാനം ചെയ്യുന്നു എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സത്യത്തിൽ ഈ വീഡിയോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവമൊന്നുമല്ല. 3 വർഷങ്ങൾക്ക് മുൻപ് ട്രിക്സ് ചാനലിൽ എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ ട്രിക്ക് എന്നുള്ളത് നമ്മൾ എക്സ്പോസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ അന്ധമായി വിശ്വസിക്കുന്ന, ഇതൊക്കെ വലിയ എന്തോ ദിവ്യത്വമാണ്, അത്ഭുതമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ ശ്രമഫലമായിട്ട് നമ്മുടെ പേജിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്നും ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം പറയുന്ന ഏകദേശം 100-ന് മുകളിൽ വീഡിയോകളാണ് നീക്കം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നു. കാരണം ആയുധം, രക്തം അല്ലെങ്കിൽ തീയൊക്കെ ഒരുപാട് ഉപയോഗിച്ചത് കൊണ്ടൊക്കെ നമുക്ക് വിലക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അന്നും ഉൾപ്പെടുത്തിയത്, കാണിച്ചത്. പക്ഷേ എന്നിട്ട് പോലും വീണ്ടും ആ വീഡിയോ നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ആ വീഡിയോയുടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് തീയൊന്നും അധികം കാണിക്കാതെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അതിൻ്റെ യാഥാർത്ഥ്യം വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങളിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചതാണ്, പക്ഷേ ഇത് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവതരിപ്പിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും കാണാനും കേൾക്കാനും ശ്രമിക്കുക. തൽക്കാലം ഞാൻ എൻ്റെ കയ്യിൽ മാത്രം ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. അതിനുശേഷം എന്താണ് അതിൻ്റെ ട്രിക്ക് എന്നുള്ളത് വ്യക്തമായി പറയാം. ചെറിയ രീതിയിലാണെങ്കിലും ഞാനത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എൻ്റെ കയ്യിൽ ചെറിയൊരു ക്ലോത്ത് ചുറ്റിക്കൊണ്ട് ചെറിയൊരു പന്തം കത്തിച്ച് ആ ഒരു ക്ലോത്തിന് താഴെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കൈക്ക് താഴെ ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു സമയത്ത് ആ ക്ലോത്തിന് കത്തുപിടിച്ചില്ല, അതുപോലെ എൻ്റെ കൈക്ക് പൊള്ളലേൽക്കുകയും ചെയ്തില്ല. അപ്പോൾ ആ വീഡിയോയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. കാരണം ആ ക്ലോത്തിനും കത്തുപിടിക്കുന്നില്ല. അവസാന ഭാഗത്ത് ചെറിയൊരു സ്ഥലത്ത് കത്തുപിടിക്കുന്ന ഒരു സമയത്ത്, അതായത് ആ ക്ലോത്തിന് തീ പിടിക്കുന്ന ആ ഒരു സമയത്ത് ഉരുകി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. ആ സമയമാകുമ്പോഴേക്കും ഈ അത്ഭുത സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ആ ഒരു ഫയർ യോഗി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ആ ഒരു തീയുടെ അടുത്ത് നിന്നുകൊണ്ട് തീ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖം മാറ്റുന്നതെല്ലാം ആ വിഷ്വൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ പരീക്ഷണം നടത്തിയതായിട്ടും അദ്ദേഹത്തിൻ്റെ വസ്ത്രം പരിശോധിച്ചതായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ, യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കള്ളത്തരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ അത്ഭുത സിദ്ധിക്ക് പിന്നിലെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യോഗി അണിഞ്ഞിരിക്കുന്ന ആ ഒരു ക്ലോത്തിലാണ്, ആ ഒരു തുണിയിലാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു ക്ലോത്താണ്, ഒരു തുണിയാണത്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ആലമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ അത് കത്തുപിടിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ആ ഒരു ക്ലോത്ത് ഉരുകി പിടിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിതുമായി അറിയാവുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്, അവരും അത് ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യമാണ്. കാരണം ആലം എന്ന് പറയുന്നത് ലായനിയായിട്ട് വെള്ളത്തിൽ കലക്കി ആ തുണി അതിൽ നന്നായി മുക്കിയെടുക്കുക, അതിനുശേഷം അതൊന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ തന്നെയുള്ള പ്രകടനം ആ ഒരു തുണി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ആലം മാത്രമല്ല, അത്തരത്തിലുള്ള ഒരുപാട് കെമിക്കൽസ് അതിന് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിച്ചത് ബൊറാക്സ്, അതുപോലെ ബോറിക് ആസിഡ്, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അവൈലബിൾ ആയത്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബക്കറ്റിൽ അത് ഇടുകയും അതിനുശേഷം വെള്ളം ഒഴിച്ച് അത് കൃത്യമായിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമാണ് ഇത് സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആരും യാതൊരു കാരണവശാലും ഇതൊന്നും അനുകരിക്കാൻ പാടില്ലാത്തതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി മാത്രം ഞാനിത് അവതരിപ്പിച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതൊരു ലായനിയായിട്ട് ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കിയതിനു ശേഷം അതിലേക്ക് ഒരു തോർത്തുമുണ്ട് മുക്കി വെക്കുകയാണ്. വീണ്ടും അതെടുത്ത് നല്ല രീതിയിൽ അത് നനഞ്ഞതിന് ശേഷം അതെടുത്ത് ഉണക്കി എടുക്കുകയാണ് ചെയ്തത്. ആ ഒരു തോർത്താണ് ഞാൻ കയ്യിൽ ചുറ്റിക്കൊണ്ട് ഞാൻ അതിനടിയിൽ തീ കൊടുത്തത്. ആ സമയത്ത് ആ തോർത്തിന് കത്തുപിടിക്കാഞ്ഞതും അതുകൊണ്ടാണ്. അതായത് ആ ഒരു ക്ലോത്ത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
മനസ്സിലാക്കാനായിട്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞു, സ്കിന്നിലേക്ക് പൊള്ളലേൽക്കുന്ന ഭാഗത്ത്, മുടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പൊള്ളലേൽക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചൂട് വരുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് മാറുകയാണ്. ഒരു ഭാഗത്ത്, അതായത് തീ കൂടുതലുള്ള ഭാഗത്ത് അദ്ദേഹം കിടക്കുന്നു പോലുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അത്ഭുത സിദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ചിത ഒരുക്കി അതിൻ്റെ നടുഭാഗത്തായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ആ ഒരു ലായനിയിൽ മുക്കിയെടുത്ത് തയ്യാറാക്കിയ, അതായത് ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ക്ലോത്താണ്. ഇതേ രീതിയിൽ ഞാനിവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് സാധാരണ ഒരു ക്ലോത്താണ്, അതിൽ മറ്റ് ലായനികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ സാധാരണ ക്ലോത്താണ്. അപ്പോൾ ഈ രണ്ട് ക്ലോത്തിലും നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഡെമോ ചെയ്ത് കാണിക്കാം. കണ്ടില്ല, ഇവിടെ നമ്മളിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ ഫയർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ക്ലോത്തിന് തീ പിടിക്കുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് ഇതേ രീതിയിൽ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ കണ്ടില്ല, അത് തീ പിടിക്കുകയാണത്. തീ കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ആ തീ ഇങ്ങനെ പോകുന്നത് കാണാം. അതായത് ഒരു കാറ്റടിച്ച ഒരു ഭാഗത്തേക്ക് തീ പോകുന്നത് വ്യക്തമായി തന്നെ ആ വീഡിയോയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മറ്റു പല വീഡിയോകളും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടി. ഇതേ രീതിയിൽ ഇവിടെ ഒരു ഫാൻ വെച്ചിരിക്കുന്നത് വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ആ ഒരു തീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് തീ ഒരു ഭാഗത്തേക്ക്, സാധാരണ തീ കത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് മുകളിലേക്കാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ നമ്മൾ ഊതി കഴിഞ്ഞാൽ നമുക്കറിയാം അത് മുകളിലേക്കല്ല, അതിൻ്റെ എന്താ പറയുക, ഒരു ചൂട് കുറഞ്ഞു വരും. അപ്പോൾ ഇദ്ദേഹം കിടക്കുന്നത് മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്ത് വെച്ചാൽ ഒരു സൈഡിലാണ് കിടക്കുന്നത്. കൂടുതലായിട്ട് ആ ഒരു ക്ലോത്ത് ചുറ്റിയിരിക്കുന്നതിൻ്റെ ഒരു വശത്തേക്ക് മാത്രമാണ് അദ്ദേഹം കിടക്കുന്നത്. കാരണം തീ കൂടുതലുള്ള ഭാഗത്ത് അദ്ദേഹം കിടക്കുന്നില്ല എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും ആ വീഡിയോ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഇംഗ്ലീഷുകാർ അത് കണ്ടെത്തി അദ്ദേഹത്തിന് അത്ഭുത സിദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ തീ കത്തുന്ന സമയത്ത് ഒരു ഫാൻ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഫാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്? ആ ഒരു ചൂട് വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കുന്നതിനും ഒരു ഭാഗത്തേക്ക് അതിനെ തള്ളിവിടുന്നതിനും വേണ്ടിയാണ് ആ ഫാൻ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പൊതുപരിപാടികളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന വേദികളിൽ അവിടെ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ, അല്ലെങ്കിൽ തുണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ക്ലോത്തുകളെല്ലാം തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പോയിട്ട് ആ ക്ലോത്ത് നേരത്തെ തന്നെ ഇതേ രീതിയിലുള്ള ലായനി നിർമ്മിച്ച് ആ ലായനിയിൽ മുക്കി ഉണക്കിയെടുത്തതിന് ശേഷം അവിടെ ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ തീപിടുത്തം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. മുൻപുള്ള എപ്പിസോഡിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനലിൽ വന്ന് പറയുകയാണെങ്കിൽ ആധികാരികമായി തന്നെ അവർക്ക് പറയാൻ സാധിക്കും ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് മുൻപുള്ള എപ്പിസോഡിൽ ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലെങ്കിൽ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ആരും തയ്യാറായില്ല, എല്ലാവർക്കും ഭയമാണ്, ആരും വന്ന് ഇതിൽ പറയാൻ തയ്യാറായില്ല. പല ആളുകളും ഞാൻ വിളിച്ചിട്ട് അതിനുശേഷം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, സംഭവം ഇന്നതാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ചാനലിൽ വന്ന് പറയാൻ എല്ലാവർക്കും ഭയമാണ്. പിന്നീട് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാം. ആ എപ്പിസോഡ് നമ്മൾ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.